എൻ്റെ സർവീസ് ഫ്രീ ആണ്. ലിഖ്നൗവാല പോലീസ് വാല എന്നൊരു പേര് എനിക്ക് ഡൽഹി പോലീസിൽ കിട്ടിയിട്ടുണ്ട്. അമ്മയാണ് എൻ്റെ ഗുരു. ഞാൻ 4 പഠിക്കുന്ന സമയത്ത് അമ്മ പറയുമായിരുന്നു മലയാള ഭാഷ ഉരുട്ടി എഴുതാൻ പറയുമായിരുന്നു. പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട് തലയെഴുത്ത് കൊണ്ട് രക്ഷപ്പെട്ടവരെന്ന്. ഇത് കൈയെഴുത്ത് കൊണ്ട് രക്ഷപ്പെട്ട ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് ശ്യാമളൻ. ഞാൻ എറണാകുളം ചളിക്കോട്ട് താമസിക്കുന്നു. 40 വർഷം ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ ഞാൻ സർവീസ് മുഖാന്തരം അവിടെയായിരുന്നു. അവിടുന്ന് റിട്ടയർഡിന് ശേഷം നാട്ടിൽ വന്നു ഇവിടെ ജീവിക്കുന്നു. എനിക്ക് റൈറ്റിംഗ് കൊണ്ട് പല ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്. വളരെയേറെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗവർണർ ഹൗസ് ജോലി കിട്ടിയിട്ടുണ്ട്. ലഫ്റ്റനൻറ്റ് ഗവർണർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എനിക്ക് ജോലി ആസ് എ റൈറ്റർ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അത് ഈ റൈറ്റിംഗ് കൊണ്ട് മാത്രം കിട്ടിയതാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ സാറിൻ്റെ ചെറുമകൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നടുക്ക് പേരെഴുതുക എന്നതായിരുന്നു കർത്തവ്യം. അത് ഓഫീസിൽ എല്ലാവരും എഴുതി. അത് ഗവർണർ സാർ ഇഷ്ടപ്പെട്ടില്ല. അവസാനം പറഞ്ഞു ഇങ്ങനെ ഡൽഹി പോലീസിൽ ഇങ്ങനെ എഴുതുന്ന വ്യക്തിയുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് കാള് വന്നു. എൻ്റെ DCP സാബാണ് എന്നോട് പറയുന്നത്. ഞങ്ങളുടെ DCP IPS ആണ്. പ്രോട്ടോകോൾ അനുസരിച്ച് എന്നെ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം വിളിച്ചു. ഞാൻ അവിടെ പോയി എഴുതി. ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു ഇനി മുതൽ നീ ഡ്യൂട്ടിക്ക് പോയി. അദ്ദേഹത്തിൻ്റെ PA പറഞ്ഞു നീ പുറത്ത് പോകില്ല, യു വിൽ ഡ്യൂട്ടി ഹിയർ എന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ അവിടെ പോസ്റ്റ് ചെയ്തു. അത് ഈ എഴുത്തുകൊണ്ട് കിട്ടിയതാണത്. രാജ്ഭവനിൽ ജോലി സുഖം ഡ്യൂട്ടിയായിരുന്നു. എനിക്ക് ഡ്യൂട്ടി നോക്കണം, എൻ്റേത് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ എഴുത്ത് വന്നാലും ഞാനത് ചെയ്യും. അത് ഓഫ് ഡ്യൂട്ടിയിലായാലും ഓൺ ഡ്യൂട്ടി ആയാലും ഞാൻ ചെയ്യാറുണ്ട്. ലിഖ്നൗവാല പോലീസ് വാല എന്നൊരു പേര് എനിക്ക് ഡൽഹി പോലീസിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേരിനും ആൾക്കാർ എന്നെ വളരെ റെയറായിട്ട് അറിയുള്ളൂ. പക്ഷേ ആ ലിഖ്ത ഹൈ ബന്ധ എന്ന് പറയുമ്പോൾ അവർ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നു. അമ്മയാണ് എൻ്റെ ഗുരു. ഞാൻ 4 പഠിക്കുന്ന സമയത്ത് അമ്മ പറയുമായിരുന്നു മലയാള ഭാഷ ഉരുട്ടി എഴുതാൻ പറയുമായിരുന്നു. അങ്ങനെ എഴുതുമായിരുന്നു. അപ്പോൾ അമ്മേനെ പെങ്ങളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എനിക്ക്. അതെനിക്കൊരു പ്രചോദനമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂട്ടത്തിരുന്ന ഒരു അന്നത്തെ മണ്ണുകളൊക്കെ ആയിരുന്നു അന്ന് കത്തിച്ച് അമ്മയെ പഠിപ്പിച്ചിരുന്നത്. പല സംഘടനകളും സർട്ടിഫിക്കറ്റ് എഴുതാൻ വേണ്ടി എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അത് ഓൺ ദ സ്പോട്ട് ഞാൻ എഴുതി കൊടുക്കുകയാണ്. അവിടെ ഫംഗ്ഷൻ നടക്കുന്നു. ഫംഗ്ഷനിൽ ഫസ്റ്റ് സെക്കൻഡ് ഡിക്ലെയർ ആയി. റിസൾട്ട് എൻ്റെ അടുത്ത് വരുന്നു. അത് ഞാൻ എഴുതി കൊടുക്കുകയാണ്. അത് വൈകുന്നേരം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. അപ്പോൾ ഒരു ബർഡനില്ല അവർക്ക്. എൻ്റെ സർവീസ് ഫ്രീ ആണ്. എന്തെന്നാലും ഞാൻ പഠിച്ചിട്ടില്ല. എനിക്കൊരു ദൈവികമായി കിട്ടിയ കലയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ചളിക്കോട്ടം പടിഞ്ഞാറക്കുഴി ക്ഷേത്രത്തിൽ ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സർവീസ് ഫ്രീ ആണ്. എൻ്റെ ഒരു ഫോണിലാണ് ഞാൻ റെക്കോർഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നെറ്റ് കിട്ടില്ല. അത് ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്താണ്. എൻ്റെ ഒരു എൻ്റെ ഒരു രൂപകൽപ്പന ചെയ്ത ഒരു ലിപിയാണത്. ഇംഗ്ലീഷിൻ്റെ അക്ഷരങ്ങൾക്ക് മാറ്റിയില്ല. പക്ഷേ അതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിന് സ്വല്പം തൊടിയും തുങ്കലൊക്കെ വെച്ച് ഞാൻ ഭംഗിയാക്കുന്നു. ലീല എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അമ്മയുടെ പേരാണ് ഞാനതിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ പബ്ലിക്കിൻ്റെ പേര് ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് എഴുതി. അപ്പോൾ അവർ തരുന്ന പൈസ അതിലേക്ക് ഒരു ഡ്രോപ്പ് ബോക്സ് ഇട്ടിട്ട് അതിലേക്ക് കളക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി ഓഫീസേഴ്സിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരു ശരിക്കും റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ക്രൗഡ് പ്ലേസിലൊക്കെ നമുക്ക് അതിന് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അവർക്ക് പബ്ലിക്കിൽ കൂടിക്കഴിഞ്ഞാൽ. അതുകൊണ്ടായിരിക്കാം. എങ്കിലും ഞാൻ ചെയ്യും അത്. എനിക്ക് വൈഫ് മിനി, അദ്ദേഹമാണ് എൻ്റെ റൈറ്റിങ്ങിന് ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത്. അദ്ദേഹത്തെ കാണിക്കും. അപ്പോൾ കുറ്റങ്ങൾ പറഞ്ഞു ആദ്യം വിമർശനം. ആ വിമർശനം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതി കാണിക്കുമ്പോൾ അതിൽ ഗ്യാപ്പ് ഉണ്ടാകുമായിരുന്നു. ലെറ്റർ തമ്മിൽ അകൽച്ച കാണിക്കുമായിരുന്നു. അപ്പോൾ അത് പറയും ഇത് ശരിയല്ല. അപ്പോൾ ഞാൻ ശ്രമിക്കുമായിരുന്നു അത് ചെയ്യാനായിട്ട്. അവിടെ എനിക്കത് പിന്നെയും സക്സസ് ആയി എന്നുള്ളതാണ്. അതൊന്നുകൂടി ഭംഗിയാകുകയാണ് ആ റൈറ്റിങ്. അങ്ങനെ അദ്ദേഹം എന്നെ കൂടുതൽ പ്രോത്സാഹിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മകനാണ് ഹരികൃഷ്ണ. അവൻ ഇപ്പോൾ UK യിലാണ്. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പേര് ദിവ്യ.